ജീവനൊടുക്കി നിക്ഷേപിച്ച തുക തിരിച്ചു കിട്ടുന്നതിനായി ബാങ്കിനെ സമീപിച്ചിരുന്നു. അതിനുശേഷമാണ് ആത്മഹത്യാക്കുറിപ്പിൽ കൃത്യമായി കാരണം എഴുതിവെച്ച് അദ്ദേഹം ജീവനൊടുക്കിയത്. ആത്മഹത്യ ഒന്നിനും ഒരു പരിഹാര മാർഗമല്ല. പക്ഷേ അദ്ദേഹം ആത്മഹത്യ ചെയ്യാൻ ഇടയാക്കിയ കാരണങ്ങളിലേക്ക് കൃത്യമായ അന്വേഷണം എത്തേണ്ടതാണ് എന്നുള്ളതാണ് കാര്യം. മഹാരാജാസ് കോളേജ് വിദ്യാർത്ഥി അഭിമന്യുവിനെ കൊലപ്പെടുത്തിയ കേസിൽ റിപ്പോർട്ട് തേടി ഹൈക്കോടതി. വിചാരണ വൈകുന്നതിനെതിരായ ഹർജിയിലാണ് ഹൈക്കോടതി നടപടി. എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിക്കാണ് നിർദ്ദേശം നൽകിയത്. കുറ്റപത്രം നൽകി 6 വർഷം കഴിഞ്ഞിട്ടും വിചാരണ ആരംഭിച്ചിട്ടില്ലെന്ന് അഭിമന്യുവിന്റെ അമ്മയുടെ ഹർജിയിൽ പറയുന്നു. ശ്യാം ദേവരാജ്, ലീഗൽ കറസ്പോണ്ടന്റ്, നമുക്കൊപ്പം എത്തുകയാണ് തത്സമയം. ഗുഡ് ഈവനിംഗ് ശ്യാം ദേവരാജ്. ഇപ്പോൾ അഭിമന്യുവിന്റെ അമ്മ നൽകിയ ഹർജിയിൽ മഹാരാജാസ് കോളേജ് വിദ്യാർത്ഥി അഭിമന്യുവിനെ കൊലപ്പെടുത്തിയ കേസിൽ ഹൈക്കോടതി റിപ്പോർട്ട് തേടിയിരിക്കുകയാണ്. എന്തുകൊണ്ട് വിചാരണ നടക്കുന്നില്ല? ആ ചോദ്യം നമ്മളും ചോദിക്കുന്നുണ്ട്. കുറ്റപത്രം നൽകിയിട്ട് 6 വർഷമായല്ലോ. സുജയഭാഗവതി, വെരി ഗുഡ് ഈവനിങ്. സുജയഭാഗവതി പറഞ്ഞത് തന്നെയാണ്. അതായത് കുറ്റപത്രം നൽകിയിട്ട് 6 വർഷം പിന്നിട്ടു, പക്ഷേ ഇതുവരെയും വിചാരണ നടപടികൾ ആരംഭിച്ചിട്ടില്ല. ഈ സാഹചര്യത്തിലാണ് അഭിമന്യുവിൻ്റെ അമ്മ ഭൂപതി ഹൈക്കോടതിയെ സമീപിച്ചത്. 2018 ജൂലൈ മാസം 2-ാം തീയതിയാണ് മഹാരാജാസ് കോളേജിലെ SFI നേതാവായിരുന്ന ബിരുദ വിദ്യാർത്ഥിയായിരുന്ന അഭിമന്യു കൊല്ലപ്പെട്ടത്. ആ കൊലപാതകത്തിൽ 16 ക്യാമ്പസ് ഫ്രണ്ട് പ്രവർത്തകരാണ് പ്രതികളായുള്ളത്. 2018 സെപ്റ്റംബർ മാസം 24-ലാണ് ഈ കേസിൽ കുറ്റപത്രം നൽകിയത്. പക്ഷേ കുറ്റപത്രം നൽകി ഇതുവരെയും അതിൻ്റെ വിചാരണ നടപടികൾ ആരംഭിച്ചിട്ടില്ല. വിചാരണ നടപടികൾ നടക്കേണ്ടത് എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിലാണ്. പക്ഷേ ഇതിൻ്റെ വിചാരണ നടപടികൾ അനന്തമായി നീളുകയാണ്. അതായത് ആരംഭിച്ചിട്ടേ ഇല്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ സാഹചര്യത്തിലാണ് അഭിമന്യുവിൻ്റെ അമ്മ ഭൂപതി ഈ കേസിലെ വിചാരണ നടപടികൾ അതിവേഗം പൂർത്തിയാക്കണമെന്നാവശ്യപ്പെട്ട് ഹൈക്കോടതിയെ സമീപിച്ചത്.